ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് പ്രീവിയസ് ഡേയുടെ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തിട്ടാണ്. പിന്നെ ഫ്രൈഡേയിലെ ഡേ ഹൈയും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്കൊരു എൻട്രി അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ എൻട്രിയിലോട്ട് വരുന്നുണ്ട്. ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 24,150 പുട്ട് ഓപ്ഷനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എൻട്രി കിട്ടിയത് 108.30 ഒരു അഗ്രസീവ് എൻട്രിയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലിക്വിഡിറ്റി മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ താഴേക്കൊരു എൻട്രി അറ്റംപ്റ്റ് ചെയ്തതാണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം സ്റ്റോപ്പ് ലോസ് അടിക്കോ ടാർഗറ്റിലോട്ട് പോകുക എന്നുള്ളത്. ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഒരു 390 നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. നമ്മുടെ എൻട്രി എക്സിറ്റ് ഇവിടെ കാണാവുന്നതാണ്. 108.30 എൻട്രി, 102.30 എക്സിറ്റ്. ഓക്കെ, നമുക്കിൻ്റെ വേറെ ഏതെങ്കിലും ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സിൻ്റെ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഒരു അഗ്രസീവ് എൻട്രിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് 1:5 ടാർഗറ്റ് ഉണ്ടാവില്ല, 1:4 ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, താഴെ ഒരു ഡൗൺ സൈഡ് IDX കൂടിയുണ്ട്. അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ റിട്ടേൺ കയറുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ട്രേഡ് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, നമ്മുടെ എൻട്രിയിലോട്ട് വരുന്നുണ്ട്. എൻട്രി എടുത്ത് നോക്കാം. 24,200 പുട്ട് ഓപ്ഷനാണ് എടുക്കുന്നത്. എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 103. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റ് ചെയ്ത പോലെ മാർക്കറ്റ് താഴേക്ക് വന്നില്ല. മാർക്കറ്റ് ബുള്ളിഷായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓവറോൾ ഒരു 753 ലോസ് വന്നിട്ടുണ്ട്. നമ്മുടെ എൻട്രി എക്സിറ്റ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് എൻട്രി കിട്ടിയത് 103, സ്റ്റോപ്പ് ലോസ് അടിച്ച് 96-95. ടാർജറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഈ ട്രേഡ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് താഴെ 2-3 IDXകളുണ്ട്. മാർക്കറ്റ് അതിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്ന എക്സ്പെക്റ്റ് ചെയ്തത്. ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ എപ്പോഴും മാർക്കറ്റ് നടക്കണമെന്നില്ല. നമുക്ക് ഒരു ട്രേഡും കൂടി വരുന്നുണ്ട്. ഇത് അപ്സൈഡിലോട്ടൊരു ട്രേഡാണ്. മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷാണല്ലോ. അപ്പോൾ അപ്സൈഡിലോട്ടൊരു ട്രേഡ് ചാൻസ് കിട്ടിയപ്പോൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. 24,200 കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 109.50. 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്, കാരണം മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ച് താഴെ വന്ന് ഒരു 5 മിനിറ്റ്സ് IDX ക്രിയേറ്റ് ചെയ്ത് അത് ടാപ്പ് ചെയ്തപ്പോൾ മുകളിലോട്ടൊരു എൻട്രി അറ്റംപ്റ്റ് ചെയ്തതാണ്. ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റിലോട്ട് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ആയിട്ടുണ്ട്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം.
മൂന്നാമത്തെ ട്രേഡും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു പ്രോഫിറ്റേ കാണിച്ചാണ്. ഓൾമോസ്റ്റ് 1:2 എബവ് മാർക്കറ്റ് പോയതാണ്. നമ്മുടെ 2 ട്രേഡിൻ്റെ ലോസ് എല്ലാം കവർ ചെയ്തതാണ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. നമുക്ക് 109.50 എൻട്രി, 103.50 എക്സിറ്റ്. നമുക്ക് ഓവറോൾ ലോസ് വന്നേക്കുന്നത് 1173.25. ഇനിയിപ്പോൾ ഇന്ന് വേറെ ട്രേഡൊന്നും ഉണ്ടാവില്ല. നമുക്കിനി നാളെ നോക്കാം. നാളെ മാർക്കറ്റ് അവധിയാണ് തോന്നുന്നത്. മൺഡേ നോക്കാം. ഓക്കെ, താങ്ക് യു.